ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. തുടർച്ചയായി മൂന്നാം ദിനവും ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷനായി തളപതി വിജയ്. 10-12 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെത്തിയ വിജയ്ക്ക് വൻ വരവേൽപ്പായിരുന്നല്ലോ ആദ്യ ദിവസം മുതൽ തന്നെ ലഭ്യമായത്. ഇക്കഴിഞ്ഞ മാർച്ച് 18-ാം തീയതി കേരളത്തിലെത്തിയ വിജയ്ക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ തന്നെ വൻ വരവേൽപ്പായിരുന്നു ലഭ്യമായത്. ശേഷം ഇന്നലെ രണ്ടാം ദിവസം മാർച്ച് 19-ാം തീയതി വൈകിട്ട് വിജയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായ തിരുവനന്തപുരം കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിന് പുറത്ത് വാഹനത്തിന് മുകളിൽ കയറി നിന്ന് ആരാധകരെ അഭിവാദ്യം ചെയ്യുന്ന വിജയും ഒപ്പം തന്നെ സെൽഫി എടുക്കുന്ന വിജയ് എല്ലാം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ആ സെൽഫി ഇനിയും ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ഇന്നിപ്പോഴത്തെ മൂന്നാം ദിവസവും വിജയ് തന്റെ ആരാധകരെ കാണാനായിട്ട് വാഹനത്തിന് മുകളിൽ കയറുകയും ഒപ്പം തന്നെ മൈക്കെടുത്ത് ആരാധകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു കാഴ്ച കൂടി കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇത്തവണ മലയാളത്തിൽ പ്രസംഗം പറഞ്ഞാണ് ആരാധകരെ വിജയ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ചേച്ചി, ചേട്ടന്മാർ, ഒപ്പം തന്നെ അനിയന്മാർ, അണ്ണന്മാർ തുടങ്ങിയ എല്ലാ വിശേഷണങ്ങളും തന്റെ ആരാധകർക്ക് വിജയ് നൽകുന്ന ഒരു കാഴ്ചയും, തുടർന്ന് ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടോ അത്രത്തോളം വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കുള്ളത് എന്നും, മഹാബലി വരുന്ന ഓണം പോൽ ഞാൻ ഈ ഒരു ദിവസം സന്തോഷിക്കുന്നു എന്ന് കൂടി വിജയ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. കൂടാതെ കോടാനുകൂടി നന്ദി തന്റെ ആരാധകർക്ക് ഒപ്പം തന്നെ മലയാളികൾക്ക് വിജയ് പറയുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇന്ന് ആ ഒരു വാഹനത്തിന് മുകളിൽ നിന്ന് വിജയുടെ വാക്കുകളായിട്ട് നമുക്ക് ആ ഒരു ആരവത്തിനിടയിൽ കേൾക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിലെ എന്റെ സഹോദരി സഹോദരന്മാരെ പോലെ നിങ്ങളും വേറെ ലെവൽ എന്ന് കൂടി ഏറ്റവും അവസാനം പറഞ്ഞുകൊണ്ടാണ് വിജയ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. ശേഷം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഷൂട്ടിങ്ങിലേക്ക് വിജയ് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് ഇടയായത്. സന്ധ്യയ്ക്ക് ആരംഭിച്ച് അടുത്ത ദിവസം പുലർച്ചെയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത 10 ദിവസങ്ങളിലധികമായിട്ട് പൂർത്തിയാക്കാനായിട്ട് ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ പോലും വിജയ് പോകാനായിട്ട് പ്ലാൻ ചെയ്തതാണ്. എന്നാൽ ആരാധകരോട് ഇത്തരത്തിലുള്ള വലിയൊരു ആവേശമെല്ലാം തന്നെ കണ്ട് ആ ഒരു പ്ലാൻ മാറ്റിയെന്ന് അറിയാനായിട്ട് കഴിയുന്നു. എന്തായാലും ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ വിജയ് തന്റെ ആരാധകരെ കാണാനായിട്ട് എത്തുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ആകെ മൊത്തത്തിൽ ഒരു വിജയ് തരംഗം തന്നെ തിരുവനന്തപുരത്ത് അലയടിക്കുന്ന ഒരു കാഴ്ച കൂടി നാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കാം വിജയുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ കൂടുതൽ ഇതുപോലെയുള്ള വാർത്തകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട്.